എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് കാർ ബിരിയാണിയിലും മറ്റുള്ള കറികളിലൊക്കെ ചേർക്കുന്ന ഗരം മസാല കൂട്ടിന്റെ വീഡിയോ ആണ്. നമ്മുടെ വീടുകളിൽ കുറഞ്ഞ അളവിൽ എങ്ങനെയാണ് ഗരം മസാല പൊടി പൊടിച്ചെടുക്കുന്നത് എന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു അളവുകള് നിങ്ങളൊരു ബുക്കിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചതിന് ശേഷം കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ള അളവുകളെല്ലാം കൂട്ടിയെടുത്താലും മതിയാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. വീഡിയോ കണ്ട് എല്ലാവരും ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ഗരം മസാല കൂട്ട് തയ്യാറാക്കാം. ഇതിന്റെ കൂട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് കുറഞ്ഞ അളവിൽ ഗരം മസാല പൊടി എങ്ങനെ നല്ലതായിട്ട് തന്നെ വീടുകളിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് വീഡിയോ. അതിനായിട്ട് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാനിലേക്ക് കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ള 4 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലി ചേർക്കാം. നമ്മുടെ വീട്ടിലുള്ള ചെറിയ സ്പൂണും വലിയ സ്പൂണും ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഏറ്റവും വലിയ സ്പൂണാണ് ടേബിൾ സ്പൂൺ. കണ്ടല്ലോ, നമ്മുടെ വീട്ടിലുള്ള സ്പൂൺ അളവാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ അളവില് കുരുമുളക്. നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി വേണ്ടത് ഏലക്കയാണ്. ഏലക്ക ഒരു 12 എണ്ണം ആവശ്യമായിട്ടുണ്ട്. ഒരു 15 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ഒരു മസാലയിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഞാനിവിടെ കറുത്ത ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. അതൊരു 3 എണ്ണം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവില് നല്ല ജീരകം. 1 ടീസ്പൂൺ പറയുമ്പോൾ ഇത്രയും തന്നെ എടുത്താൽ മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് എല്ലാ ചേരുവകളും എടുക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ അളവിലാണ് പെരുംജീരകം എടുത്തിട്ടുള്ളത്. നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ഈ ഒരു കണക്കെല്ലാം എഴുതി വെക്കുക. ഇനിയിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ അളവുകളെല്ലാം ഒന്ന് കൂട്ടിയെടുത്താൽ മതിയാകും. 12 അറയാമ്പൂ എടുത്തിട്ടുണ്ട്. 1 ജാതിപത്രി കേട്ടോ. നിങ്ങളുടെ കൈവശം ജാതിക്ക ഉണ്ടെങ്കിൽ ഒരു പകുതി ഭാഗം ചേർക്കാവുന്നതാണ്. എന്റെ കയ്യിൽ ഇപ്പോൾ ജാതിക്ക ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ എടുക്കുന്നില്ല. ഇനി വേണ്ടത് കറുവപ്പട്ടയാണ്. ഇത് 2 വലിയ കറുവപ്പട്ട ഒന്ന് ചെറുതായിട്ട് ഒടിച്ച് ചേർത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 2 ബേ ലീഫ് ചേർക്കാം. അത് 2 എണ്ണം ഒന്ന് ചെറുതായിട്ട് കീറിയതിന് ശേഷം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് തക്കോലം ചേർക്കണം. ഇതൊരു ചെറിയ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് 2ആയിട്ട് ഒന്ന് ഒടിച്ചെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇത്രയൊക്കെ ആയാൽ പിന്നെ നമുക്കിതിലേക്ക് പോപ്പി സീഡെന്നും കശകശാന്നും ഒക്കെ പറയും. നമ്മുടെ ബിരിയാണിയിലൊക്കെ ഗ്രേവിക്ക് കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കാറ്ററിംഗുകാർ ചേർക്കുന്ന ഒന്നാണ്. ഇത് ഒരു 1.5 സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ടേബിൾ സ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ആണെങ്കിൽ നിറച്ചെടുക്കണം. ഞാനിപ്പോ ഒരു 3/4 സ്പൂണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത്രയൊക്കെ ആയാൽ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോ വറുത്തെടുക്കുന്ന ഈ ഒരു മസാലകൾ പൊടിച്ചെടുത്ത് വരുമ്പോഴേക്കും 100 ഗ്രാം അളവിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ കാണിച്ചിട്ടുള്ള ഈ ഒരു മെഷർമെന്റ് എല്ലാം കൂട്ടിയെടുത്താൽ മതി കേട്ടോ. മസാലകൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ച് ഒരിക്കലും ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ മസാലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റാർ ഇല്ലേ, ഈ സ്റ്റാറിന്റെ ഉള്ളിൽ നിന്ന് കുരു നീക്കം ചെയ്യുന്ന കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. എങ്കിലും അത് പ്രത്യേകമായിട്ട് തന്നെ നിങ്ങൾ നീക്കം ചെയ്തിട്ട് വേണം എന്ത് കറികളിലേക്കും ചേർക്കാനായിട്ടും. അത് നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറിനൊക്കെ അസുഖം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതൊന്നും മുരിഞ്ഞു വരുന്നത് വരെയും നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. എന്നോട് കുറച്ച് പേര് ചിക്കൻ മസാലയുടെ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാര്യങ്ങളെല്ലാം കഴുകി വെയിലത്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ അളവുകളെല്ലാം ഓരോന്നായിട്ടാണ് ഉണക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ഉണങ്ങി വരുമ്പോഴേക്കും ചിക്കൻ മസാലയുടെ വീഡിയോ കാണിച്ചു തരാട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ തരുന്ന അറിവുകളെല്ലാം നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിലേക്കൊന്ന് എഴുതി വെക്കുക. അതുപോലെ മസാലകളൊക്കെ കഴുകി വെയിലത്തിട്ട് ഉണക്കി വെക്കുമ്പോൾ അധികമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല കേട്ടോ. ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാകും. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മസാലകൾ ചൂടായും കിട്ടും കേട്ടോ. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്തപ്പോഴേക്കും മസാലയിൽ നിന്നും നല്ലൊരു സ്മെല്ലെല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ കളറൊക്കെ ഉണ്ടല്ലോ ഒന്ന് ചേഞ്ച് ആയും വന്നിട്ടുണ്ട്. ഇതിലേക്ക് പോപ്പി സീഡൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. ഈ ചട്ടിയുടെ ചൂടൊന്ന് ആറി വരുന്നത് വരെയും നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മസാല ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചുകൂടി എടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു മസാല പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ പൊടിഞ്ഞും കിട്ടും. അതുപോലെ
നമുക്കിത് കുറച്ച് ദിവസത്തേക്കൊക്കെ പുറത്ത് വെച്ച് സൂക്ഷിക്കാനും പറ്റും. നമ്മൾ നിത്യവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇത് ഒറ്റയടിക്ക് തന്നെ ഉപയോഗിക്കാതെ മറ്റൊരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കുവാണെങ്കിൽ ആ ഒരു പൊടി ഒരു കേടുപാടും കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ഒരു ബോട്ടിലാക്കിയിട്ട് ആ ഒരു ബോട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ നിത്യവും കോരി ഉപയോഗിക്കുവാണെങ്കിൽ മസാലപ്പൊടി പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് പൊടിക്കണം എന്ന് പറയുന്നത്. ഉപ്പ് ചേർത്ത് പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് മസാല പൊടിച്ചെടുക്കാനും സാധിക്കും. ഇനി ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. അപ്പൊ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ ഇത്രയും അളവിലാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിന് നല്ല മൂർച്ച കൂടി കിട്ടും. അതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനും സാധിക്കും. അങ്ങനെ നമ്മുടെ മസാല ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ പൊടി ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. അങ്ങനെ നല്ല മണമുള്ള ഗരം മസാല നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറികളിലേക്ക് ചേർക്കുമ്പോൾ നമ്മളിപ്പോൾ 1 കിലോ ബീഫൊക്കെ കറി തയ്യാറാക്കുന്നതെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ അളവിലാണ് എടുക്കേണ്ടത്. അതുപോലെ നമ്മൾ ചേർക്കുന്ന കറിയിലേക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ കൂടുതൽ അളവിൽ ചേർക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ കുറഞ്ഞ അളവിൽ തന്നെ ചേർത്താലും മതിയാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.